ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ നിന്നും എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പാർട്ട് 1 കാണുക. അപ്പോൾ നമ്മൾ പാർട്ട് 1 എങ്ങനെ നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൽ എങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്കിനി കിടക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് പോകണം. ഡാഷ്ബോർഡിലോട്ട് പോകാനായിട്ട് ഇവിടെ മൈ ചാനൽ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോ മാനേജർ എന്ന് കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ തന്നെ വരണം എന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഓപ്ഷനിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് സ്റ്റുഡിയോ എന്നുള്ളതിൽ കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡാഷ്ബോർഡിലോട്ട് വരുന്നതായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങളുടെ വീഡിയോയ്ക്ക് 300 വ്യൂസോളം ആക്കുക. ഒരു 3 വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഒരിക്കലും കാണരുത് എന്നെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. വീഡിയോ കാണാത്തവർ, പാർട്ട് 1 കാണാത്തവർ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. നമുക്ക് പൈസ തരുന്നത് ആഡ്സെൻസ് വഴിയാണ്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ആഡ്സെൻസ് അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൈസ തരുന്നത്, യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടുന്നത് എന്നെല്ലാം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. ആഡ്സെൻസ് അക്കൗണ്ടിന് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇവിടെ ഈ ചാനൽ എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാം മൈ ചാനലിൻ്റെ നെയിം. ഇവിടെ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വെരിഫൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം വെരിഫിക്കേഷൻ ചെയ്യുക. ഫസ്റ്റ് കൺട്രി സെലക്ട് ചെയ്യുക. നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം മീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സാധാരണ നമ്മുടെ വാട്സാപ്പ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബ് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് അയക്കും. അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിതൊരു ഡെമോ അക്കൗണ്ടാണ്. എനിക്ക് ഒരുപാട് യൂട്യൂബ് അക്കൗണ്ടുകളുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ അക്കൗണ്ടാണ്. നമ്മൾ ഇനി ചെയ്യേണ്ടത് മോണിറ്റൈസേഷൻ ചെയ്യണം. മോണിറ്റൈസേഷൻ ചെയ്താലേ നമുക്ക് പരസ്യങ്ങൾ നമ്മുടെ വീഡിയോയുടെ മുകളിൽ വരുള്ളൂ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ നിങ്ങൾ എനേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതിനവിടെ ഈ എനേബിൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ എനേബിൾ മൈ അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന വിൻഡോ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് ആൻഡ് കണ്ടീഷനാണ്. നിങ്ങളിത് വായിച്ച് നോക്കുക. എന്നതിന് ശേഷം ഇവിടെ ഈ എഗ്രിമെൻറ്റ് ഈ 3 കോളങ്ങളിലും ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ അക്സെപ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മോണിറ്റൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഡാഷ്ബോർഡിലോട്ട് വരും. ഡാഷ്ബോർഡിൽ ഇവിടെ ചാനൽ എന്നുള്ള ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം മോണിറ്റൈസേഷൻ എനേബിൾ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഗ്രീൻ കളർ വന്നിരുന്നു. മുമ്പ് ഇതേപോലെ എനേബിൾ എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ മോണിറ്റൈസേഷൻ എനേബിൾ ആയി. മോണിറ്റൈസേഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീഡിയോയുടെ മുകളിൽ പരസ്യങ്ങൾ വന്നു തുടങ്ങും. പക്ഷേ ആ പരസ്യങ്ങൾക്കുള്ള പൈസ നമുക്ക് കിട്ടില്ല. അത് യൂട്യൂബ് തന്നെ എടുക്കും. അപ്പോൾ നമുക്ക് പരസ്യങ്ങളുടെ പൈസ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്യണം. ഇനിയാണ് നമ്മൾ ആഡ്സെൻസുമായിട്ട് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ഇവിടെ നിന്നും ഈ സെറ്റിംഗ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വ്യൂ മോണിറ്റൈസേഷൻ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിനകത്ത് നിങ്ങളിവിടെ ഹൗ ഐ വിൽ ബി പേഡ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അസോസിയേറ്റ് ആൻഡ് ആഡ്സെൻസ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ്സെൻസുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് പ്ലസ് ആഡ്സെൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിനെ ആഡ്സെൻസുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിനെ ആഡ്സെൻസിലോട്ട് സൈൻ അപ്പ് ചെയ്യുകയാണ്. സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു URL കാണാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ URL ആണ്. ഇതിവിടെ വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടന്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് തന്നെ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഗൾഫിലുള്ള സുഹൃത്തുക്കളാണെങ്കിൽ നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ആഡ്സെൻസ് ലെറ്റർ എല്ലാം അയക്കും. നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് വെച്ച് ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് ടൈപ്പിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇവിടെ നെയിം ആൻഡ് അഡ്രസ്സ്, ഇവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ പേര് അതേ സ്പെല്ലിംഗ് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പാസ്ബുക്കിലുള്ള അതേ നെയിം, ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ നെയിം തന്നെ ഇവിടെ
ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്, സാധിക്കുമെന്ന്. ഇവിടെ നമ്മുടെ അഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ഗൂഗിൾ ആഡ്സെൻസ് നിങ്ങൾക്ക് ലെറ്റർ എല്ലാം അയക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. പേര് വന്നിട്ട് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിലുള്ള പേര് കൊടുക്കുക. ഈ അക്കൗണ്ടും പേരും എല്ലാം വീണ്ടും മാറ്റാവുന്നതാണ്, എന്നാലും നിങ്ങളിവിടെ കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സും പേരും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ പ്രൈമറി കോൺടാക്റ്റ് എന്നുള്ളവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, നമ്മൾ മുമ്പ് വെരിഫിക്കേഷൻ ചെയ്തല്ലോ, ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം ഈ ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സെൻസിനെ കുറിച്ച് അറിഞ്ഞത്, അതിന് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ടിക്ക് കൊടുക്കുക. സബ്മിറ്റ് മൈ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായി കൊണ്ട് ഒരു വിൻഡോ വരും. ആ വിൻഡോയിനകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആഡ്സെൻസിലോട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. ആഡ്സെൻസ് അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവ് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് മെയിൽ അയക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്തതായിട്ട് ഒരു വിൻഡോ ആയിരിക്കും വരിക. ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞാൽ അതൊരു ഡെമോ അക്കൗണ്ടാണ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്തു, എന്നതിന് ശേഷം മോണിറ്റൈസേഷൻ ചെയ്തു, എന്നതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ആഡ്സെൻസുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തു. ഇനി നമ്മൾ 3-4 ദിവസം വെയിറ്റ് ചെയ്യുക. ആഡ്സെൻസിൽ നിന്നും നിങ്ങൾക്കൊരു മെയിൽ വരും, ആഡ്സെൻസ് അക്കൗണ്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അത് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരാഴ്ചൻ്റെ ഉള്ളിൽ, ഒരാഴ്ചയോളം ടൈം എടുക്കും, ചിലവർക്ക് 10-15 ദിവസമോളം എടുക്കും. നിങ്ങൾക്ക് ഇങ്ങനൊരു മെയിലായിരിക്കും വരിക, യുവർ ഗൂഗിൾ ആഡ്സെൻസ് ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെയിലായിരിക്കും വരിക. ആഡ്സെൻസ് അപ്രൂവ്ഡ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഈ URL ഓപ്പൺ ചെയ്യുക. www.google.com AdSense എന്നുള്ള ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ എല്ലാം 000 എന്നായിരിക്കും കാണിക്കുക, മൊത്തത്തിൽ 0 എന്ന്. അങ്ങനെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് അപ്രൂവ്ഡ് ആയി 100% ഓക്കെ ആണ് എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ എൻ്റെ ഒരു അപ്രൂവ്ഡ് ആയ ഒരു യൂട്യൂബ് ചാനൽ ആഡ്സെൻസ്, ഗൂഗിൾ ആഡ്സെൻസ് അപ്രൂവ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡാഷ്ബോർഡാണ് നിങ്ങൾക്കിവിടെ കാണാം. ഡാഷ്ബോർഡ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡാഷ്ബോർഡിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യാൻ, നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാനും എല്ലാം നമ്മുടെ ഡാഷ്ബോർഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമുക്ക് എത്ര മാസം നമുക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം അതിൻ്റെയും ഡീറ്റെയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡാഷ്ബോർഡിലുണ്ടാവും. ഇവിടെ വീഡിയോ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം അപ്രൂവ്ഡ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിക്ക് ഇടുക. ടിക്ക് ഇട്ടതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് ആക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് മോണിറ്റൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോണിറ്റൈസ് എന്ന് കൊടുക്കുക. ഞാൻ ആൾറെഡി മോണിറ്റൈസ് കൊടുത്തിട്ടുണ്ട്. മോണിറ്റൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഡോളറിൻ്റെ സിമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ കളറിലായിട്ട് കാണാൻ സാധിക്കും. എല്ലാ വീഡിയോൻ്റെ ഈ ഭാഗത്തായിട്ട് ഡോളറിൻ്റെ സിമ്പിൾ ഗ്രീൻ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് യൂട്യൂബ് ചാനൽ നമ്മുടെ ഏണിങ്സും മറ്റുമെല്ലാം നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് എന്നെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഡാഷ്ബോർഡിന് താഴത്തായിട്ട് ഡാഷ്ബോർഡിന് ഏറ്റവും താഴത്തെ ഓപ്ഷനായ അനലറ്റിക്സ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏണിങ്സ് മറ്റും ഡീറ്റെയിലും നമുക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിന്നും യൂട്യൂബിൽ കിട്ടുന്ന പൈസ വന്നിട്ട് മാസത്തിൽ ഒരു തവണയായിരിക്കും നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. യൂട്യൂബിൽ വരുന്ന ഏണിങ്സ് മാസത്തിൽ ഒരു തവണ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ഒരൊറ്റ ദിവസമായിരിക്കും. ഒരു മാസം കിട്ടിയത് മൊത്തം ഒരൊറ്റ ദിവസം നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആഡ്സെൻസ് അക്കൗണ്ടിൽ $15 ആയിക്കഴിഞ്ഞാൽ $100 വേണം നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. $100 ഏണിങ്സ് ആയാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ലഭ്യമാവുകയുള്ളൂ. $15 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കൊടുത്ത അഡ്രസ്സിലോട്ട് ഒരു ലെറ്റർ, ആ ലെറ്ററിനകത്ത് ഒരു കോഡായിരിക്കും ഉണ്ടാവുക. ആ കോഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെയിലും നോട്ടിഫിക്കേഷൻ എല്ലാം വരും. അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് അതിനകത്ത് നമുക്ക് സാധാരണ വാട്സാപ്പൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു കോഡ് വരും, മെസ്സേജ് ആയിട്ട് വരും. ഇത് വന്നിട്ട് നമ്മുടെ അഡ്രസ്സ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലെറ്റർ വരും. അതിനകത്ത് ആ കോഡ് നിങ്ങളുടെ ഇതിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. ഒരിക്കലും നമ്മൾ മറ്റുള്ളവൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യരുത്. നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കാണരുത്.
ഇതെല്ലാം ഈ രണ്ട് കാര്യം, നമ്മുടെ വീഡിയോ നമ്മൾ കാണുക, മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്തു വെച്ചാൽ, അപ്ലോഡ് ചെയ്യുക, ഇതെല്ലാം ചെയ്തു വെച്ചാൽ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ഡിസേബിൾ ചെയ്യും ആഡ്സെൻസ്. പിന്നെ ഒരിക്കലും തന്നെ ആ അഡ്രസ്സിലോ ആ നെയിമിലോ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ കീഴിലോ ഒരിക്കലും ആഡ്സെൻസ് അക്കൗണ്ട് പുതിയത് അനുവദിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിന് താഴെയോ മെയിലായിട്ടോ അയക്കരുത്. നിങ്ങൾ നേരെ നമ്മുടെ SB മീഡിയ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ വന്ന് അതിനകത്ത് നിങ്ങൾ മെസ്സേജ് ആയിട്ട് ഇടുക. SB മീഡിയ എന്ന ഫേസ്ബുക്ക് പേജിനകത്ത് വന്ന് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ SB മീഡിയ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് വന്ന് നിങ്ങൾ അതിനകത്ത് മെസ്സേജിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുക, ഞാൻ റിട്ടേൺ അയക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് ഓൺലൈനിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇനി കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു സാമ്പിൾ മാത്രമാണ്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് പൈസ കിട്ടുമെന്നില്ല. പെട്ടെന്ന് $100 $500 ഒന്നും കിട്ടൂല. മെല്ലെ കിട്ടുള്ളൂ. ആരും പെട്ടെന്ന് നമുക്ക് പണി ചെയ്യാതെ പൈസ ഇല്ല. നമ്മൾ നിറയെ വീഡിയോ ഇടണം. അപ്പോൾ 1, 2, 5, 10 വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും ആകെ $1 മാസം $1/2 കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് വ്യൂവേഴ്സ്, അതുമാത്രമല്ല വീഡിയോ ഇടുന്നതല്ല, നമുക്ക് വ്യൂവേഴ്സും വേണം. നമുക്ക് പെട്ടെന്നൊന്നും വ്യൂവേഴ്സ് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുക. അതെല്ലാം ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി വേറെ വീഡിയോയിൽ നമുക്കിനി ഓൺലൈനിൽ നിന്ന് വേറെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം. എനിക്കൊരു മാസം 18,000 രൂപ, ഞാൻ പാർട്ട് ടൈം ആയിട്ട്, ഞാൻ ഗൾഫിലാണ്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജസ്റ്റ് 1-2 മണിക്കൂർ നമുക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ 1-2 മണിക്കൂർ ആഴ്ചയിൽ 2-3 ദിവസം ജസ്റ്റ് 1-2 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് 18,000 രൂപയും 20,000 രൂപയെല്ലാം ഓൺലൈനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിൽ തന്നെ വർക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ പലർക്കും അറിയില്ല ഇങ്ങനൊരു സംവിധാനങ്ങളുണ്ട്, ഓൺലൈനിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. പലരും വിശ്വസിക്കുന്നില്ല തട്ടിപ്പാണെന്ന്. പക്ഷേ ഞാൻ അതിൻ്റെ പ്രൂഫെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് സ്റ്റെപ്പായിട്ട് പോകാം. ഫസ്റ്റ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുക, നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, അതെല്ലാം ചെയ്യുക. അതിൽ പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ വലുതായിട്ട് വേറെ ഒന്നും പറയാനില്ല. ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറെവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്, നിങ്ങളുടെ വീഡിയോ പോയി നിങ്ങൾ കാണരുത്. ഇതെല്ലാം കണ്ടുവെച്ചാൽ യൂട്യൂബ് നിങ്ങളെ ബാൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടൂല, പൈസയും കിട്ടൂല, ഒന്നും കിട്ടൂല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾ നിർബന്ധമായിക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങളുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇപ്പോൾ അല്ലാതെ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇടും വീഡിയോ പക്ഷേ നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും 100-200 പോസ്റ്റുകൾ എക്സ്ട്രാ വരും. അപ്പോൾ എൻ്റെ വീഡിയോ അടിയിൽ പോകും, നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.